കർത്താവിന്റെ ദാസന്റെ വചനം യെശയ്യ 42 1-9 വചനവും യെശയ്യ 49 1-7 വചനവും യെശയ്യ 50 4-11 വചനവും യെശയ്യ 52 13-15 വചനവും കർത്താവിന്റെ ദാസൻ എന്നുള്ള നിലക്ക് ഈശോ എടുത്ത് ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജോയൽ 2 27, 28, 29 വാക്യത്തില് അവസാന നാളുകളിൽ നമ്മുടെ മേല് ചൊരിയുന്ന ആത്മാവ്, ആ ആത്മാവാണ് ഈശോ നമുക്കിപ്പോൾ തരുന്നത്. അപ്പോൾ ഈ ആത്മാവ് നമ്മിലുള്ളപ്പോൾ ആ പരുവത്തിൽ പറഞ്ഞ പോലെ നമ്മളും പ്രവർത്തിക്കണം. യെശയ്യ പറഞ്ഞ ഈശോനെ പറ്റി ആണെങ്കിലും പിന്നീട് നമ്മളെപ്പറ്റി ഇപ്പൊ നമ്മുടെ അവസ്ഥ ആ അവസ്ഥയാണ്. അപ്പോൾ ആ ഉദാഹരണമായിട്ട് ആദ്യത്തെ ഒന്ന് വായിച്ചിട്ട് നമുക്ക് അവസാനിക്കാം. ആ 42 1-9 വേണം. 42 1-9 വേണം. ഇതാ ഞാൻ താങ്ങുന്ന എന്റെ ദാസൻ, ഞാൻ തെരഞ്ഞെടുത്ത എന്റെ പ്രീതിപാത്രം. ഞാൻ എന്റെ ആത്മാവിനെ അവന് നൽകി. അവൻ ജനതകൾക്ക് നീതി പ്രദാനം ചെയ്യുന്നു. അവൻ വിലപിക്കുകയോ സ്വരം ഉയർത്തുകയോ ഇല്ല. തെരുവീതിയിൽ ആ സ്വരം കേൾക്കുകയില്ല. ചടഞ്ഞ ഞാങ്ങ അവൻ മുറിക്കുകയില്ല. മങ്ങിയ തിരി കെടുത്തുകയില്ല. അവൻ വിശ്വസ്തയോടെ നീതി കൊടുക്കും. ഭൂമിയിൽ നീതി സ്ഥാപിക്കുന്നതുവരെ അവൻ പരാജയപ്പെടുകയോ അധീരനാവുകയോ ഇല്ല. തീരദേശങ്ങളും അവന്റെ നിയമത്തിനായി കാത്തിരിക്കുന്നു. ആകാശത്തെ സൃഷ്ടിച്ച് വിരിച്ചു നിർത്തുകയും ഭൂമിയെയും അതിന്റെ വിഭവങ്ങളെയും വ്യാപിപ്പിക്കുകയും അതിലെ നിവാസികൾക്ക് ജീവൻ നൽകുകയും അതിൽ ചലിക്കുന്നവർക്ക് ആത്മാവിനെ നൽകുകയും ചെയ്യുന്ന ദൈവമായ കർത്താവ് അരുളി ചെയ്തു. ഞാനാണ് കർത്താവ്, ഞാൻ നിന്നെ നീതി സ്ഥാപിക്കാൻ വിളിച്ചു. ഞാൻ നിന്നെ കൈക്ക് പിടിച്ച് നടത്തി സംരക്ഷിച്ചു. അന്തർക്ക് കാഴ്ച ലഭിക്കുന്നതിന്, തടവുകാരെ കാരാഗ്രഹത്തിൽ നിന്നും അന്ധകാരത്തിൽ ഇരിക്കുന്നവരെ ഇരുട്ടറയിൽ നിന്നും മോചിപ്പിക്കുന്നതിന് വേണ്ടി ഞാൻ നിന്നെ ജനത്തിന് ഉടമ്പടിയും ജനതകൾക്ക് പ്രകാശവുമായി നൽകിയിരിക്കുന്നു. ഞാനാണ് കർത്താവ്, അതാണ് എന്റെ നാമം. എന്റെ മഹത്വം ഞാൻ മറ്റാർക്കും നൽകുകയില്ല. എന്റെ സ്തുതി ഒത്തുവിഗ്രഹങ്ങൾക്ക് കൊടുക്കുകയില്ല. പ്രവചനങ്ങൾ സാക്ഷാത്കൃതമായി. ഇതാ ഞാൻ പുതിയ കാര്യങ്ങൾ പ്രസ്താവിക്കുന്നു. നുണ പൊട്ടുന്നതിന് മുൻപേ ഞാൻ നിങ്ങൾക്ക് അവയെപ്പറ്റി അറിവ് തരുന്നു.